Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന 19ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ അബിസീനയിലേക്കുള്ള ഹിജറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വിശദീകരിച്ചത്. 2 തവണ അബിസീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. ആദ്യം മുസ്ലിമീങ്ങളായ ആളുകൾ 14ഓളം വരുന്ന ആളുകളുമായി അബിസീനയിലേക്ക് ഹിജറ പോയി. അവിടുന്ന് പോയി ഒരു 2 മാസത്തിന് ശേഷം അവർ തിരിച്ചു വന്നു. തിരിച്ചു വരാനുള്ള കാരണമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. പിന്നീട് വീണ്ടും അവർ അബിസീനയിലേക്ക് തന്നെ ഹിജറ പോവുകയാണ്. രണ്ടാമത് പോകുമ്പോൾ 80-ൽ പരം ആളുകളുമായിട്ടാണ് അവർ അബിസീനയിലേക്ക് ഹിജറ പോകുന്നത്. അവർ അബിസീനയിലേക്ക് ഹിജറ പോകുന്നതും അബിസീനയിൽ എത്തിയ ഉടനെ മക്കയിലെ ഖുറൈശികളുടെ നേതാവായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അന്ന് അദ്ദേഹം മുസ്ലിം അല്ല. അദ്ദേഹം നജാശി രാജാവിൻ്റെ അരികിൽ ചെന്ന് നജാശി രാജാവുമായി കൊണ്ട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മൾ വിശദീകരിച്ചു. അതിന് മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് യഥാർത്ഥമായി കൊണ്ട് ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ സംസാരവും അതിനുശേഷം ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം കേട്ട്
നജാഷി രാജാവ് നിങ്ങൾ അബിസീനയിൽ തന്നെ താമസിച്ചോളൂ, ഒരു പ്രയാസം കൂടാതെ നിങ്ങൾക്ക് എത്ര കാലം വേണോ അത്ര കാലം നിങ്ങൾക്ക് എത്യോപ്യയിൽ അബിസീനയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് നജാഷി രാജാവിന്റെ സംസാരവും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. അവസാനം പറഞ്ഞത് നജാഷി രാജാവിനെ കുറിച്ചിട്ടാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ സാലിഹുൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നജാഷി എന്ന് പറയുന്ന ഭരണാധികാരി. അസ്ഹമത്ത് ബിൻ അബ്ജുർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. തുടങ്ങിയ വിഷയങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. എന്തായാലും ഇങ്ങനെ അബിസീനയിൽ എത്യോപ്യയിൽ വളരെ ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ മക്കയിൽ ഇസ്ലാമിക് ചരിത്രത്തിലെ അറിയപ്പെട്ട രണ്ടാളുകൾ അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. എത്യോപ്യയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ മക്കയിൽ ഉണ്ടാകുന്നത് എന്താണ്? ചരിത്രത്തിൽ അറിയപ്പെട്ട രണ്ടാളുകൾ മക്കയിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ഒന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഈ രണ്ടാളുകളുടെയും ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും പറയുന്ന കാര്യങ്ങളിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രണ്ട് സ്വഹാബികളുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്നത് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്, പിതാവിന്റെ സഹോദരനാണ് ഹംസ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ളയുടെ സഹോദരനാണ് ഹംസ റളിയല്ലാഹു അൻഹു. പിതൃവ്യനാണ്. അതേപോലെ നബിയുമായി മുലകുടി ബന്ധത്തിലുള്ള സഹോദരനും കൂടിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 സ്ത്രീകളാണ് പാല് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നബിയുടെ ഉമ്മ ആമിന, 2 അബൂലഹബിന്റെ അടിമ സുവൈബ അൽ-അസ്ലമിയ, അതേപോലെ തന്നെ 3ാമത് ഹലീമ സഅദിയ. ഈ പറയുന്ന 3 സ്ത്രീകളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാല് നൽകിയത്. അതിൽ അബൂലഹബിന്റെ അടിമയായ സുവൈബ അൽ-അസ്ലമിയ എന്ന് പറയുന്ന സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഹംസ റളിയല്ലാഹു അൻഹുവിനും പാല് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും, നബിയും ഹംസ റളിയല്ലാഹു അൻഹുവും മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരാണ് എന്നുള്ളതാണ്. നബിയേക്കാൾ 2 വയസ്സ് മുതിർന്ന വ്യക്തിയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള ബന്ധം ഈ രണ്ടാളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കിടയിലും ഹംസ റളിയല്ലാഹു അൻഹുവിനിടയിലൊക്കെ ആഴത്തിലുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിക്കൊണ്ട് ഇസ്ലാമിക നുബൂവത്ത് അല്ലെങ്കിൽ നബിക്ക് നുബൂവത്ത് ലഭിച്ച് ഇസ്ലാമിക പ്രബോധനവുമായിക്കൊണ്ട് 40ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിയപ്പോൾ ആദ്യം ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിട്ടിറങ്ങിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാള് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ അന്ന് അദ്ദേഹം എന്ത് ചെയ്തില്ല? ഇസ്ലാം മതം സ്വീകരിച്ചില്ല. പക്ഷെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അബൂലഹബിനെ പോലെ രൂക്ഷമായി വിമർശിച്ചിട്ടില്ല ഹംസ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂലഹബും പ്രവാചകന്റെ കുടുംബമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംസ റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. അപ്പൊ ഈ രണ്ടുപേരും, അബൂലഹബും നബിയുടെ, ശരിക്കും ശ്രദ്ധിക്കണേ, അബൂലഹബും നബിയുടെ കുടുംബക്കാരനാണ്. ഹംസ റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനാണ്. പക്ഷെ അബൂലഹബ് രൂക്ഷമായി വിമർശിച്ച പോലെ ആരും വിമർശിച്ചിട്ടില്ല, ഹംസ റളിയല്ലാഹു അൻഹു വിമർശിച്ചിട്ടില്ല. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ മനോഹരമായ ഒരു കഥ നമുക്ക് കാണാൻ കഴിയും. അഥവാ മക്കയിലെ ധീരനായ വ്യക്തിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. മക്കയിൽ അറിയപ്പെട്ട അമ്പെയ്ത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ വിനോദം തന്നെ വേട്ടയാടലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചരിത്രം നൽകിയ പേരാണ് സയ്യാദുൽ അസ്വദ്, സിംഹങ്ങളുടെ വേട്ടക്കാരൻ എന്ന് പോലും അദ്ദേഹത്തിന് ചരിത്രത്തിൽ സ്ഥാനപ്പേരുണ്ട്. അത്രത്തോളം വേട്ടയാടൽ വിനോദമായിക്കൊണ്ട്, ഹോബിയായിക്കൊണ്ട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വേട്ടയാടാനൊക്കെ പോകുമ്പോൾ 3, 4, 5 ദിവസമൊക്കെ മക്കൾക്ക് പുറത്തേക്ക് പോകും. എന്നിട്ട് വേട്ടയാടി വന്യമൃഗങ്ങളുമായി കൊണ്ട് മക്കയിലേക്ക് വരും. ഇതാണ് അദ്ദേഹത്തിന്റെ പതിവ്. ഒരിക്കൽ അദ്ദേഹം വേട്ടയാടാൻ വേണ്ടി മക്കൾക്ക് പുറത്തേക്ക് പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
അബൂജഹലിൽ നിന്ന് ചില പ്രയാസങ്ങൾ ഉണ്ടായി. ആ പ്രയാസങ്ങൾ ഉണ്ടായി അതിൻ്റെ അവസാനമാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. എന്താണ് സംഭവം? അഥവാ അബൂജഹല് പല രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും നബി എങ്ങനെയൊക്കെ തളർത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തിയ വ്യക്തിയാണ് അബൂജഹൽ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുന്ന സമയത്ത് നബിയുടെ ശരീരത്തിലേക്ക് ചവിട്ടാൻ വന്ന വ്യക്തിയാണ് അബൂജഹൽ. അപ്പൊ എങ്ങനെയൊക്കെ നബിയെ പ്രയാസപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തിയ വ്യക്തിയായിരുന്നു അബൂജഹൽ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ മലയുടെ അരികിൽ നിൽക്കുന്ന സമയത്ത് ആ ഭാഗത്തൂടെ അബൂജഹല് പോയി. അബൂജഹല് ആ സമയത്ത് നല്ല രൂപത്തിൽ മദ്യപിച്ചിട്ടുണ്ട്. മദ്യപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ പോയി. നബിയെ കണ്ടപ്പോൾ അബൂജഹല് നബിയെ കുറിച്ച് വളരെ മോശമായി കൊണ്ട് സംസാരിക്കാണ്. അസഭ്യ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും നബിയെ കുടുംബത്തെ കുറിച്ചും നബിയുടെ ഗോത്രമായ ബനു ഹാഷിം ഗോത്രത്തെ കുറിച്ചിട്ടൊക്കെ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത രൂപത്തിലുള്ള അസഭ്യം അബൂജഹലിന്റെ നാവിന്ന് വരാൻ തുടങ്ങി. ഇതൊക്കെ മറ്റുള്ള ആളുകൾ കേട്ടു നിൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മറുപടി ഒന്നും പറയാതെ പ്രവാചകൻ അവിടെ നിന്നു. ഈ സംഭവം ഒന്നും ആരറിഞ്ഞിട്ടില്ല? ഹംസ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു മക്കയ്ക്ക് പുറത്താണ്. പിന്നീട് അദ്ദേഹത്തിന്റെ വേട്ടയ്ക്ക് കഴിഞ്ഞ് അദ്ദേഹം മക്കയിലേക്ക് വന്നു. മക്കയിൽ വന്നാൽ ഇവരുടെ ഒരു പതിവാണ് കഅബാലയത്തിൽ വന്ന് ആദ്യം തവാഫ് ചെയ്തിട്ടേ ഇവരുടെ വീട്ടിലേക്ക് പോകുള്ളൂ. ഹംസ റളിയല്ലാഹു അൻഹു കയ്യിൽ വാളും അദ്ദേഹത്തിന്റെ അമ്പും വില്ലൊക്കെ ആയിട്ട് കഅബാലയത്തിലേക്ക് വന്നു. എന്നിട്ട് കഅബ ആദ്യം തവാഫ് ചെയ്തു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നോക്കുമ്പോൾ നബി നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഹിറാ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിരുന്നിട്ടുണ്ട്. അങ്ങനെ ആ ഗുഹന്റെ താഴേക്ക് ഇറങ്ങി വന്ന് നബി ആദ്യം ചെയ്തിരുന്ന കാര്യം എന്താണ്? നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ആദ്യം ചെയ്തത് നേരെ വരും, കഅബ തവാഫിയും, എന്നിട്ടാണ് വീട്ടിലേക്ക് പോയിരുന്നത്. അത് അവരുടെ പതിവാണ്. അതവരെ കഅബക്ക് കൊടുത്ത അത്രത്തോളം വലിയ മഹത്വമുണ്ട്. അപ്പൊ എന്തായാലും ഈ കഅബന്റെ ഭാഗത്തേക്ക് ഹംസ റളിയല്ലാഹു അൻഹു വന്ന് കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സാധാരണ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ യാത്ര കഴിഞ്ഞ് അദ്ദേഹം മക്കയിലേക്ക് എത്തിയാൽ, കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് എത്തിയാൽ ആളുകൾ തടിച്ചു കൂടും. എന്തിനാണ് ആളുകൾ കൂടുന്നത്? അദ്ദേഹത്തിന്റെ വീര കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ വേട്ടയാടലിലുള്ള കഥകളും അതേപോലെ തന്നെ വളരെ രസകരമായ സംഭവങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ആളുകൾ കൂടാറുണ്ട്. ഈ തവണ ഹംസ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ ഭാഗത്ത് വന്നപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നത് അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്നിട്ട് പറയുന്നുണ്ട്, യാ അബൂ ഉമാറ. അബൂ ഉമാറ എന്നുള്ളത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കുഞ്ഞിയത്താണ്, വിളിപ്പേരാണ്. അദ്ദേഹത്തോട് പറയാണ്, നിങ്ങളുടെ സഹോദരന്റെ മകനെ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരസ്യമായി കൊണ്ട് അബൂജഹൽ ആക്ഷേപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹോദരന്റെ മകനെ അയാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ ആളുകൾക്കിടയിൽ മോശമായി കൊണ്ട് അബൂജഹൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയാണ്. ഇത് കേട്ട ഉടനെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ആരും അത് എതിർത്തില്ലേ? ആരും തടുക്കാൻ ചെന്നില്ലേ? കാരണം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹാഷിം ഗോത്രക്കാരനാണ്. ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട ഒരാളെ ആക്ഷേപിക്കുമ്പോൾ ആ ഗോത്രത്തിലെ മറ്റാളുകൾ തടുക്കാനും തടയാനും ചെന്നില്ലേ എന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയാണ്, ഇല്ല, ആരും പോയില്ല. നിങ്ങളുടെ സഹോദരന്റെ മകൻ അതെല്ലാം കേട്ടു നിന്നു. വല്ലാത്ത സങ്കടത്തിലാണ് സഫാ കുന്നിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് ഇറങ്ങിയത്. ഹംസ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങി തിരയാണ്, അബൂജഹൽ എവിടെയാണെന്ന് നോക്കി കഅബാലയത്തിന്റെ ഓരോ ഭാഗത്തേക്കും ഹംസ റളിയല്ലാഹു അൻഹു ചെല്ലുന്നുണ്ട്. ബനു മഖ്സൂം ഗോത്രത്തിന്റെ ഒരു സദസ്സുണ്ട് കഅബാലയത്തിന്റെ ഓരത്ത്. ആ കഅബയുടെ ഓരത്ത് ബനു മഖ്സൂം അഥവാ ബനു മഖ്സൂം എന്ന് പറഞ്ഞാൽ അബൂജഹലിന്റെ ഗോത്രമാണ്. ഈ ബനു മഖ്സൂം ഗോത്രത്തിൽ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? അബൂജഹലുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ആ ഭാഗത്തേക്കാണ് ചെല്ലണത്.
അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭാവം കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഘടന കണ്ടപ്പോൾ ആളുകൾ രണ്ടു ഭാഗത്തേക്കും മാറി നിന്നു. അതിനിടയിലൂടെ അബൂജഹലിന്റെ അരികിലേക്ക് ഹംസ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. അദ്ദേഹം വേറൊന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വില്ല് കൊണ്ട് അബൂജഹലിന്റെ തല കാഞ്ഞടിച്ചു. നെറ്റ് പൊട്ടി തലയിലൂടെ ചോര പുറത്തേക്ക് വരികയാണ്. നെറ്റ് പൊട്ടി തലയിലൂടെ ചോര വരുന്നത് ആര് കാണാൻ? ബനു മഖ്സൂം ഗോത്രത്തിലെ ആളുകൾ കാണാൻ. ബനു മഖ്സൂം ഗോത്രത്തിലെ അറിയപ്പെട്ട രണ്ടാളുകളാണ്, ഒന്ന് അബൂജഹലും വലീദ് ബിൻ മുഗീറയും. അപ്പൊ ഞങ്ങളുടെ നേതാവിനെ ആക്രമിക്കുകയോ എന്ന് പറഞ്ഞ് ബനു മഖ്സൂം ഗോത്രത്തിലെ ചില യുവാക്കളായ ആളുകൾ എണീറ്റു. ആ സമയത്ത് അബൂജഹൽ അവരോട് പറയാണ്, ഫവല്ലാഹി, നിങ്ങൾ ഇരിക്കണം, ഫവല്ലാഹി ലഖദ് സബബ്തു ഇബ്ന അഖീഹി സബ്ബൻ കബീഹൻ. നിങ്ങൾ അബൂജഹലുമായിട്ട് ഹംസ റളിയല്ലാഹു അൻഹുമായിട്ട് നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടാൻ നിൽക്കണ്ട. കാരണം അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനെ ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ഹംസ റളിയല്ലാഹു അൻഹു എന്നെ അടിച്ചത്. ഇതിലാരും ഈ പ്രശ്നത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് അവരെ ഇരുത്തുന്നത് ആരാണ്? അബൂജഹലാണ്. ചില പണ്ഡിതന്മാർ ഈ സംഭവത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്തിനാണ് അബൂജഹൽ അങ്ങനെ പറഞ്ഞത്? കാരണം മക്കയിലെ അറിയപ്പെട്ട രണ്ട് ഗോത്രങ്ങളാണ് ബനു ഹാഷിം, അതേപോലെ തന്നെ ബനു മഖ്സൂം. ബനു ഹാഷിമിലാണ് ഹംസ റളിയല്ലാഹു അൻഹു, ബനു മഖ്സൂമിലാണ് അബൂജഹൽ. അപ്പൊ അബൂജഹൽ അവിടെ തടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? വലിയ കലാപങ്ങൾ, വലിയ പ്രശ്നങ്ങൾ അവരുടെ ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടാകും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അബൂജഹൽ അവിടെ ഇരുത്തിയത്. പിന്നീട് ഹംസ റളിയല്ലാഹു അൻഹു വളരെ വൈകാരികമായി സംസാരിക്കുന്നുണ്ട്. എൻ്റെ സഹോദരന്റെ മകനെ നീ ദ്രോഹിച്ചൂലേ, എൻ്റെ സഹോദരന്റെ മകനെ അഭിമാനത്തിന് ക്ഷതം നിരത്തുന്ന രൂപത്തിൽ നീ സംസാരിച്ചു എങ്കിൽ ആ മുഹമ്മദിന്റെ ആദർശം ഞാനും സ്വീകരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം മതം സ്വീകരിച്ച് അത് പ്രചരിപ്പിച്ചതല്ലേ നീ മുഹമ്മദിൽ കണ്ട കുറ്റം സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ആ ആദർശം, ആ ദീനും ഞാനും സ്വീകരിക്കുന്നുണ്ട്, ഞാനും അത് പുൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ഹംസ റളിയല്ലാഹു അൻഹു ദേഷ്യത്തിന്റെ പുറത്താണ് ഇത് പറയുന്നത്. വിശ്വസിച്ച് അല്ലെങ്കിൽ ദീനിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അങ്ങനൊന്നല്ല. ദേഷ്യത്തിന്റെ പുറത്ത് എൻ്റെ സഹോദരന്റെ മകനെ ദ്രോഹിക്കുമോ എങ്കിൽ ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ദേഷ്യത്തിന്റെ പുറത്താണ് ഹംസ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത്. പിന്നീട് സംഭവം കഴിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു തിരിച്ചു വീട്ടിലേക്ക് പോയി. രാത്രി അദ്ദേഹം പറഞ്ഞ വാക്കിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത്? മുഹമ്മദ് നബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശം സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വെച്ച് അബൂജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബേ, ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തെരഞ്ഞെടുത്ത മതമായ മുഹമ്മദിന്റെ മതം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യമാണെങ്കിൽ ആ മാർഗത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. ആ മാർഗം തെറ്റാണെങ്കിൽ അത് തന്നെ മാറ്റണേ എന്ന രൂപത്തിൽ അബൂജഹൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കാണ്. ഹംസ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കണം. എന്തായാലും ആ പ്രാർത്ഥനയുടെ നിമിത്തമായിക്കൊണ്ട് പിന്നീട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇസ്ലാമിനെ കുറിച്ച് നല്ല ചിന്തയും പിന്നീട് അദ്ദേഹം ഇസ്ലാമിന്റെ വക്താവായിക്കൊണ്ട് മാറുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഹംസ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചത് മുതൽ വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ നിന്നുണ്ടായത്. അഥവാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം ഖുറൈശികൾക്കിടയിൽ വലിയ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഖുറൈശികളായ ആളുകൾ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഹംസ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഒരാള് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നതും മുഹമ്മദ് നബിയുടെ ആദർശം സ്വീകരിച്ചു പോകുന്നതും അവർക്കിടയിൽ വലിയ പ്രയാസം ഉണ്ടാക്കി എന്ന് കാണാൻ കഴിയും. എന്തായാലും അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചത് മുതൽ ഉഹുദിൽ അദ്ദേഹം വഹ്ശിന്റെ ഏറുകൊണ്ട് മരണപ്പെടുന്നത് വരെ ശക്തമായി കൊണ്ട് പോരാടിയിട്ടുണ്ട് ഹംസ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിച്ച പേരാണ് അസദുല്ലാ, അള്ളാഹുവിന്റെ സിംഹം. അദ്ദേഹത്തിന് സ്ഥാനപ്പേര് റസൂലുള്ളാഹി നൽകിയിട്ടുണ്ട് സയ്യിദു ശുഹദാ, ശുഹദാക്കളുടെ നേതാവ് എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വിളിച്ചതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ശക്തമായ പോരാട്ടം മനസ്സിലാക്കണമെങ്കിൽ ബദർ യുദ്ധം പഠിച്ചാൽ മതി. ബദർ യുദ്ധത്തിലേക്ക് ആദ്യമായി കൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ ദന്തയുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അഥവാ യുദ്ധം ആദ്യം കൊടുമ്പിരി കൊള്ളുന്നതിന് മുമ്പ് ഖുറൈശികളുടെ ഭാഗത്ത് ഏറ്റവും നേതാക്കന്മാരായ ഉത്ബയും ഷൈബയും വലീദും മുമ്പിലേക്ക് നിന്നു. ഉത്ബയും ഷൈബയും വലീദും മുമ്പിലേക്ക് നിന്ന് ഞങ്ങളുമായി യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ള ആളുകൾ മുമ്പിലേക്ക് വരണം. അപ്പൊ അൻസാരികളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു റവാഅ,
അതേപോലെ തന്നെ മുഅവ്വദ് റളിയല്ലാഹു അൻഹു, ഔഫ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഈ തുടങ്ങിയ 3 അൻസാരികളായ സഹാബത്ത് മുമ്പിലേക്ക് വന്നു. അപ്പൊ അവിടുന്ന് ഉത്ബ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? അപ്പൊ ഇവർ പറഞ്ഞു, ഞങ്ങൾ അൻസാരികളായ സ്വഹാബികളാണ്. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഛിദ്രതയുണ്ടാക്കി, ഞങ്ങളുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കി പോന്ന ആളുകളില്ലേ, അവരോട് മുമ്പിലേക്ക് വരാൻ പറ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നുണ്ട്, യാ അലി, യാ ഉബൈദ, യാ ഹംസ. ഈ 3 സ്വഹാബത്തിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കും. ഹംസ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെയും റസൂൽ എണീക്കാൻ പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യണം. ഇവർ 3 പേരും നിഷ്പ്രയാസം അവരുടെ എതിരാളികളെ പരാജയപ്പെടുത്തി എന്നുള്ളത് കാണാൻ കഴിയും. എന്തായാലും വളരെ വൈകാരികമായ നിമിഷങ്ങൾ നിറഞ്ഞ ചരിത്രമാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെത്. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വഹ്ശി എന്ന് പറയുന്ന വ്യക്തിയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത്. അഥവാ ഹിന്ദും അബൂ സുഫിയാനും, നീ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുകയാണെങ്കിൽ നീ സ്വതന്ത്രനാണ്, വഹ്ശി അടിമയാണ്, നീ സ്വതന്ത്രനാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് വഹ്ശി ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണത്. ഈ വഹ്ശി തന്നെ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്? ഹംസ റളിയല്ലാഹു അൻഹുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. കാരണം സിംഹങ്ങളെ വേട്ടയാടുന്ന സ്വഹാബിയാണ് അദ്ദേഹം. നേരിട്ട് പോയി യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഞാൻ പാറക്കെട്ടുകൾ ഇടയിൽ ഞാൻ ഒളിച്ചു നിന്നു. ഉഹദിന്റെ രണഭൂമിയിൽ പാറക്കെട്ടുകൾക്കിടയിൽ ഞാൻ ഒളിച്ചു നിന്നു. എന്നിട്ട് ഒരു ശത്രുവിനെ വെട്ടി ഹംസ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ ഉയർത്തി. 2 കൈ ഇങ്ങനെ ഉയർത്തുകയാണ്. 2 കൈ ഉയർത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ധരിച്ച അങ്കി, പടയങ്കി, അത് മേലേക്ക് ഉയർന്നു. അപ്പൊ വയറിന്റെ ഒരു ഭാഗം കണ്ടു. ആ ഭാഗത്തേക്കാണ് ഞാൻ ചട്ടുളി എറിയണത്. അത് പുറത്തേക്ക് വന്ന് അദ്ദേഹം അവിടെ വെച്ച് ഷഹീദായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇൻഷാ അല്ലാഹ് പിന്നീട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഉമർ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, ഈ 2 സ്വഹാബികളുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച് 3 ദിവസത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക ബിഅബി ജഹ്ലിൻ ഔ ബി ഉമർ ബിൻ ഖത്താബ്. അല്ലാഹുവേ, ഈ രണ്ടാലൊരു വ്യക്തിയെ കൊണ്ട് ദീനിന് നീ ഇസ്സത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 1 അബൂ ജഹലാണ്, 2 അംർ ബിൻ ഹിഷാം. അംർ ബിൻ ഹിഷാം, അബൂ ജഹൽ. 1 ഉമർ റളിയല്ലാഹു അൻഹു ആണ്, 2ാമത് അബൂ ജഹലാണ്. ഈ രണ്ടാലൊരു വ്യക്തിയെ കൊണ്ട് ദീനിന് ഇസ്സത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ടത്, സമൂഹത്തിലെ പ്രധാന വ്യക്തികൾ ഇസ്ലാമിലേക്ക് വന്നാൽ, സമൂഹത്തിൽ ആളുകൾ ഒറ്റുനോക്കുന്ന ആളുകൾ അവർ മാറി ഇസ്ലാമിലേക്ക് വന്നാൽ അത് ആളുകൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാകും, ആളുകൾക്കിടയിൽ വലിയ ചർച്ച ഉണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവോ അല്ലെങ്കിൽ അബൂ ജഹലോ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അബിസീനയിലേക്കുള്ള യാത്രയിൽ, അബിസീനയിലേക്കുള്ള പാലായന സമയത്ത് തന്നെ മുസ്ലിമീങ്ങളോട് ചില വാക്കുകൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു വിഷയമാണ്. അഥവാ ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ ഭാര്യയായ ലൈലയും കൂടി ഹിജറ പോവുകയാണ്. ഹിജറ പോകുന്ന സമയത്ത് അവർക്ക് പോകാനുള്ള എല്ലാവിധ വസ്തുക്കളും ഒട്ടകത്തിന്റെ പുറത്ത് കെട്ടിവെക്കുകയാണ് ലൈല. ഭർത്താവായ ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ആ വഴിയിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഇലാ ഐന ഉമ്മ അബ്ദില്ലാ, ഉമ്മ അബ്ദുല്ലാ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് യാത്ര? സമയത്ത് ലൈല എന്ന് പറയുന്ന മഹദി പറയുന്ന കഥ, നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ ഗോത്രത്തിലെ ആളുകൾ, ഈ നാട്ടിലെ ആളുകൾ ഞങ്ങൾ ആക്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആദർശം അനുസരിച്ച് ജീവിക്കാൻ ഈ മക്കയിൽ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മക്ക വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെയൊക്കെ വളരെ വൈകാരികമായി ലൈല എന്ന് പറയുന്ന മഹദി പറയുമ്പോൾ അതിന് തിരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, സ്വഹിബക്കുമുല്ലാഹ്, നിങ്ങളുടെ യാത്രയിൽ അല്ലാഹു കൂടെ ഉണ്ടാകട്ടെ, നിങ്ങളുടെ കൂടെ അല്ലാഹു ഉണ്ടാകട്ടെ. ഈ വാക്ക് ലൈല എന്ന് പറയുന്ന മഹദിയുടെ മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ചു.
ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല. സാധാരണ ഈ രൂപത്തിലാണ് ഒരു സ്ത്രീയുടെ മറുപടി എങ്കിൽ ഉമറിന്റെ കൈ ആ സ്ത്രീയുടെ മുഖത്ത് പതിയും. പക്ഷെ അതിന് പകരം അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ, നിങ്ങളുടെ യാത്രയിൽ അള്ളാഹു കൂട്ടുകാരനായി ഉണ്ടാകട്ടെ എന്ന രൂപത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. പുറത്തു പോയ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ആമിർ ബിൻ റബീഅ തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് ലൈല എന്ന് പറയുന്ന മഹദി ചോദിക്കുന്നുണ്ട്, ഉമർ നമ്മുടെ വീടിന്റെ അരികിലൂടെ പോയി, ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ രൂപത്തിലാണ് ഉമർ മറുപടി തന്നത്. അതിനുശേഷം ലൈല എന്ന് പറയുന്ന മഹദി ചോദിക്കുന്നുണ്ട്, ഉമർ ഇസ്ലാം സ്വീകരിക്കുമോ? കാരണം ഉമർ ഇസ്ലാം സ്വീകരിച്ചാൽ അത് വേറെ ഏതെങ്കിലും ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കണ പോലെയല്ല, മറ്റുള്ള ആളുകൾക്ക് വല്ലാത്തൊരു ആവേശം ഉണ്ടാകും. അപ്പൊ ഉമർ ഇസ്ലാം സ്വീകരിക്കോ എന്ന് ചോദിച്ചപ്പോ ആമിർ ഇബ്നു റബീഅ എന്ന് പറയുന്ന സ്വഹാബി അതിന് കൊടുത്ത മറുപടി, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ലാ യുസ്ലിമു ഉമർ ഹത്താ യുസ്ലിമ ഹിമാർ അൽ ഖത്താബ്. ഖത്താബിന്റെ കഴുത ഇസ്ലാം മതം സ്വീകരിച്ചാലും, ഉമറിന്റെ വാപ്പയാണ് ഖത്താബ്, ഖത്താബിന്റെ കഴുത ഇസ്ലാം മതം സ്വീകരിച്ചാലും ഉമർ ഇസ്ലാം മതം സ്വീകരിക്കൂല എന്നാണ് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പക്ഷെ പിന്നീട് എന്ത് ചെയ്യാണ്, ആ ഉമർ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട 2 ഉദ്ധരണികൾ കാണാൻ കഴിയും. 2 ഉദ്ധരണികൾ ആ വിഷയത്തിലുണ്ട്. ഒന്നാമത്തെ ഉദ്ധരണി, അത് പറഞ്ഞതിന് മുമ്പ് തന്നെ സൂചിപ്പിക്കട്ടെ, അതിൽ ചില ദുർഫുകൾ, ചില ദുർബലതകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ചരിത്രം പഠിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ഈ 2 ഉദ്ധരണികൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഉദ്ധരണി ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശൈബാനി അദ്ദേഹത്തിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചില ആളുകളുമായി കൊണ്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് മദ്യപിക്കാറുണ്ട്. ഒരു ദിവസം മദ്യപാനത്തിന് വേണ്ടി അവരിറങ്ങിയപ്പോൾ ആരെയും അദ്ദേഹത്തിന് കൂടെ കിട്ടിയില്ല, കഴിക്കാനുള്ള മദ്യം ലഭിച്ചില്ല. അപ്പൊ നേരെ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് വന്നു എന്ന് കാണാൻ കഴിയും. അതാണ് ഒരു രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു രൂപത്തിൽ ചില ആളുകൾ പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിക്ക് പ്രസവ വേദനയായി, പ്രസവം കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ ആ വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കഅബക്ക് അരികിലേക്ക് അല്ലെങ്കിൽ കഅബന്റെ ഉള്ളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് വന്നു എന്നുള്ളത് കാണാൻ കഴിയും. എന്തായാലും കഅബന്റെ ഭാഗത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ആ ഒരു സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യുക, നമസ്കരിക്കുകയാണ്. നമസ്കാരത്തിൽ നബി ഉറക്കെ ഖുർആൻ ഊതി പാരായണം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആര് കേൾക്കുന്നുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുന്ന സൂറത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹാക്കയാണ്. അൽ ഹാക്ക മൽ ഹാക്ക എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ സൂറത്താണ് അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ ഓതുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വന്തത്തോട് തന്നെ പറയാണ്, ഇത് ഖുറൈശികളായ ആളുകൾ പറയുന്നത് പോലെ തന്നെ ഇതൊരു ഷാഇറിന്റെ വാക്കാണ്. ഖുറൈശികളായ ആളുകൾ പറയുന്ന പോലെ ഇതൊരു ഷാഇറിന്റെ, ഒരു കവിയുടെ വാക്കാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. അത് പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹിന്റെ റസൂൽ പിന്നീട് ഓതിയ ആയത്ത് വമാ ഹുവ ബിഖൗലി ഷാഇരിൻ ഖലീലൻ മാ തുഅ്മിനൂൻ, ഇതൊരു ഷാഇറിന്റെ വാക്കല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ആര് കേൾക്കണില്ല? അള്ളാഹിന്റെ റസൂല് കേൾക്കണില്ല. ഉമർ അവിടെ ഇരിക്കണതും ആര് കാണുന്നില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയണില്ല, പ്രവാചകന് ഗൈബൊന്നും അറിയില്ല. എന്തായാലും ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതൊരു ഷാഇറിന്റെ, ഇതൊരു കവിയുടെ വാക്കാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത ആയത്ത് വമാ ഹുവ ബിഖൗലി ഷാഇരിൻ ഖലീലൻ മാ തുഅ്മിനൂൻ, ഇതൊരു ഷാഇറിന്റെ വാക്കല്ല, ഇതൊരു കവിയുടെ വാക്കല്ല. അപ്പൊ ഉമർ പിന്നെയും സ്വന്തത്തോട് തന്നെ പറയാണ്, എങ്കിൽ ഇതൊരു കാഹിനിന്റെ വാക്കായിരിക്കും, ജോൽസിന്റെ വാക്കായിരിക്കും. അതിനപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓതിയ ആയത്ത് എന്താണ്? വലാ ബിഖൗലി കാഹിനിൻ, ഇതൊരു കാഹിനിന്റെ, ഒരു ജോൽസിന്റെ വാക്കുമല്ല, ഷാഇറിന്റെ വാക്കുമല്ല, കാഹിനിന്റെ വാക്കുമല്ല. ഇതൊന്നും ആരറിയണില്ല. ഉമർ ഇത് മനസ്സിൽ വിചാരിക്കണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയണില്ല. പ്രവാചകൻ സൂറത്തുൽ ഹാക്ക ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ ഇങ്ങനെ മനസ്സിലൊന്ന് വിചാരിക്കുമ്പോഴേക്ക് അപ്പോഴേക്ക് എന്ത് ചെയ്യാണ്? അതിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തത്തോട് തന്നെ പറയാണ്, എങ്കിലിത് മുഹമ്മദ് എഴുതിയതായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അടുത്ത ആയത്ത് നോക്കാൻ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിൽ നിന്ന് അവതരിച്ചതാണത്. ഇത് മുഹമ്മദ് നബി എഴുതിയതല്ല, മുഹമ്മദ് നബി എഴുതിയതല്ല, ഇത് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചതാണ് എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. എന്നാൽ അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ വിഷയത്തിൽ മുഹമ്മദ് നബി എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ കണ്ട നാടി ഞാൻ പിടിക്കുമെന്ന രൂപത്തിലൊക്കെ ഇതിന് ശേഷമുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ ഒരു സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവമായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നൊരു വിഷയമാണ്, നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന സംഭവം. അബൂജഹല് ഒരു ഇനാമ് പ്രഖ്യാപിച്ചു. 100 ഒട്ടകമുണ്ട്. ആ 100 ഒട്ടകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്ന ആളുകൾക്ക് പകരം നൽകാം എന്ന് അബൂജഹല് പ്രഖ്യാപിക്കാണ്. അപ്പോൾ ആ ഇനാമ് പ്രഖ്യാപിച്ചപ്പോൾ ആ 100 ഒട്ടകം ലഭിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. അതാണ് രണ്ടാമത്തെ സംഭവം. എന്താണ് ആ സംഭവം? ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു, ഖുറൈശികളുടെ ഐക്യം തകർക്കുന്നത് ആരാണ്? മുഹമ്മദ് നബിയാണ്. ഇത്ര കാലം ഒരു പ്രശ്നമില്ലാതെ ഐക്യത്തോടു കൂടി ജീവിച്ചിരുന്ന ഖുറൈശികളുടെ ഐക്യം തകർക്കുന്നത് ആരാണ്? മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കണം. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത് പറഞ്ഞത് എന്താ? ഈ അബൂജഹലും അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. ഈ സംഭവത്തിന്റെ 3 ദിവസം മുമ്പാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ആ 3 ദിവസം മുമ്പാണ് ഹംസ റളിയല്ലാഹു അൻഹു അബൂജഹലിനെ അടിക്കുന്നത്. അബൂജഹലുമായി വലിയ രൂപത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ ഈ സംഭവത്തിന്റെ 3 ദിവസം മുമ്പാണ്. അപ്പൊ ഇതിന്റെയൊക്കെ മൂല കാരണം, ഇതിന്റെയൊക്കെ മർമ്മ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടപ്പോൾ വഴിയിൽ വെച്ച് നുഐം ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഈ സ്വഹാബി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം അത് പരസ്യപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം അത് മറച്ചു വെച്ച സമയത്ത് നുഐം ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ഉമറിനോട് ചോദിക്കണ്ട, ഐന തുരീദു യാ ഉമർ, ഉമർ നിങ്ങൾ എവിടേക്കാണ് പോണത്? ഉമർ നിങ്ങൾ എവിടേക്കാണ് നിങ്ങളുടെ യാത്ര? ധൃതിപ്പെട്ട് നിങ്ങളുടെ യാത്ര ഉണ്ടല്ലോ, അത് എവിടേക്കാണ്? അതിന് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഉരീദു മുഹമ്മദൻ ഹാദാ സ്വാബിയുൻ അല്ലദീ ഫറക അംറ ഖുറൈശിൻ വഅബദീനഹ വസബ്ബ ആലിയതഹ. ഞാൻ മുഹമ്മദിനെ വധിക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോണത്. മുഹമ്മദ് നബിയെ വധിക്കാനാണ് ഞാൻ പോണത്. ഖുറൈശികൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കി നമ്മുടെ ആരാധ്യന്മാരെ ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് മുഹമ്മദ് നബി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മുഹമ്മദ് നബിയെ വധിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നുഐം ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അദ്ദേഹം മുസ്ലിമാണ്, പക്ഷെ ഇസ്ലാം എന്ത് ചെയ്തിട്ടാണ്? മറച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം പല രൂപത്തിലും ഉമറിനെ തടുക്കാൻ വേണ്ടി നോക്കി. ഉമറിനോട് പറയുന്നുണ്ട്, വല്ലാഹി ലഖദ് ഗറതക നഫ്സുക യാ ഉമർ അതറാ ബനി അബ്ദി മനാഫി വ ബനി സുഹറ. ഉമറെ, നിങ്ങൾ മുഹമ്മദ് നബിയെ വധിക്കുകയാണെങ്കിൽ ബനു അബ്ദു മനാഫും ബനു ഹാഷിമും ഒക്കെ നിങ്ങൾ വെറുതെ വിടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അഥവാ ബനു ഹാഷിമിലാണ് ആരുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അപ്പൊ ആ ഗോത്രത്തിലെ മുഹമ്മദ് നബി നിങ്ങൾ വധിക്കുകയാണെങ്കിൽ ആ ഗോത്രത്തിലെ ആളുകൾ നിങ്ങൾ വെറുതെ വിടും തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിന് മുതിരണ്ട, മുഹമ്മദ് നബിയെ വധിക്കണ്ട എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അതൊന്നും ആരും മാറുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു മാറുന്നില്ല. അവസാനം നുഐം ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ആദ്യം സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്ക്. എന്താണ് എന്റെ കുടുംബത്തിലുള്ള പ്രശ്നം? നിന്റെ സഹോദരി ഫാത്തിമയും നിന്റെ സഹോദരിയുടെ ഭർത്താവായ സഈദ് ബിൻ സയ്യിദും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, മുഹമ്മദിന്റെ ആദർശത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം കുടുംബത്തിന്റെ കാര്യം നോക്ക്, എന്നിട്ട് മറ്റുള്ള ആളുകളുടെ നോക്കിയാൽ മതി. റളിയല്ലാഹു അൻഹു നേരെ ഫാത്തിമ എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളുടെ വീട്ടിലേക്ക്, സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമ, ഭർത്താവായ സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്തിരുന്ന ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു, ഈ 3 പേരും ആ വീട്ടിലുണ്ട്. ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. വീട്ടിൽ ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഖുർആൻ പാരായണം കേട്ടിട്ടാണ് ആര് കയറി ചെല്ലണത്? ഉമർ റളിയല്ലാഹു അൻഹു കയറി ചെല്ലണത്. ഉമർ പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ഒരു വിരിയുടെ മറവിൽ പോയി ഒളിച്ചു നിന്നു. ഉമറുമായി നേരിടാനുള്ള ധൈര്യമില്ല. വാതിൽ തുറന്നു. സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബിയോടും ഉമറിന്റെ ചോദ്യം, നിങ്ങൾ മുഹമ്മദിന്റെ ആദർശം സ്വീകരിച്ചിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതിന് മറുപടി കൊടുത്തത് സഈദ് ബിൻ സയ്യിദാണ്. അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഉമർ അടിച്ചു. പക്ഷെ അടിച്ച സമയത്ത് മുമ്പിലേക്ക് നിന്നത് ഉമറിന്റെ പെങ്ങൾ ഫാത്തിമയാണ്. ഫാത്തിമന്റെ മുഖത്തേക്ക് അടി കിട്ടി, മുഖത്തുനിന്നൊക്കെ ചോര വീഴുന്നുണ്ട്.
അപ്പൊ ചോരൊക്കെ വരുന്നത് കണ്ടപ്പോൾ ഉമർ ഒന്ന് അടങ്ങി. ഉമർ അടങ്ങി. ഉമറിന് അതൊരു വല്ലാത്തൊരു പ്രയാസമായിട്ട് തോന്നി. ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കണ്ടേ, നിങ്ങൾ ഇത്ര നേരം ഓതിയത് എന്താണ്? ഞാൻ വരുന്ന സമയത്ത് ചില വാക്കുകൾ ഞാൻ കേട്ടു, എന്താണ് നിങ്ങൾ പാരായണം ചെയ്തത്? അത് വിശുദ്ധ ഖുർആനിന്റെ വാക്കാണെന്ന് പറഞ്ഞപ്പോൾ ആ ഏടുകൾ, ആ സ്വഹീഫത്ത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഫാത്തിമ എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങള് പറയാണ്, യാ അഖി, സഹോദര, ഇന്നക നജസുൻ അലാ ശിർകിക, നിങ്ങളിപ്പോ നജസിലാണ്, അഥവാ നിങ്ങളിപ്പോ ഷിർക്കിലാണ്. അതുകൊണ്ട് പോയി വൃത്തിയായി തൊഹൂറായിട്ട് ശുദ്ധിയായിട്ട് തിരിച്ചു മടങ്ങണം, അപ്പൊ ഞാനത് തരാം. ഉമർ റളിയല്ലാഹു അൻഹു അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ പോയി അദ്ദേഹം വൃത്തിയായി കുളിച്ച് വന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയുടെ ഏടുകളാണ് കൊടുത്തത്. ആ ത്വാഹയുടെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ വാക്കുകൾ ആദ്യം മുതൽ അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്തു. പാരായണം ചെയ്ത് 14-ാമത്തെ ആയത്ത്, ആ വാക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ചു. എന്താണ് ആയത്ത്? ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി എന്ന് തുടങ്ങുന്ന സൂറത്ത് ത്വാഹയുടെ 14-ാമത്തെ ആയത്ത് ഉമറിന്റെ മനസ്സിൽ വല്ലാതെ ആഴത്തിൽ പതിച്ചു. ഇതിങ്ങനെ വായിച്ചിട്ട് ഉമർ പോലും അറിയാതെ ഉമറിന്റെ ഉള്ളിൽ നിന്ന് വന്നൊരു വാക്കാണ് മാ അഹ്സന ഹാദൽ കലാം. എന്തൊരു ഭംഗിയാണ് ഈ വാക്ക്, എന്തൊരു ഭംഗിയാണ് ഈ വാക്ക്. ഉമർ റളിയല്ലാഹു അൻഹു ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഹബ്ബാബ്, എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹബ്ബാബ് റളിയല്ലാഹു അൻഹു വിരിന്റെ മറവിന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞൊരു വാക്കാണ് അബ്ശിർ യാ ഉമർ. ഉമർ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത ഉണ്ട്. ഉമർ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത ഉണ്ട്. ഫഇന്നി വല്ലാഹി ലഅർജു അൻ അകൂന അല്ലാഹു ഖദ് ഖസ്സക ബിദഅവത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് മനസ്സൊരുക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കണത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഹബ്ബാബ് ബിൻ അറത്തിനോട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി എവിടെയുള്ളത്? അർക്കം ബിൻ അബിൽ അർക്കം എന്ന് പറയുന്ന 15-കാരനായ സ്വഹാബിയുടെ വീട്ടിൽ അള്ളാഹിന്റെ റസൂലും സ്വഹാബത്തും ഉണ്ട്. ആ ഭാഗത്തേക്ക് ഉമർ പോവുകയാണ്. എന്തിനാ പോണത്? ഇസ്ലാം മതം സ്വീകരിക്കാനാണ്. ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഒരു ഉയർന്ന ഭാഗത്താണ്. ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഉമറിന്റെ കയ്യിൽ ഊരി പിടിച്ച വാളുണ്ട്. പുറത്ത് ഒരാളുടെ കാലടി ശബ്ദം കേട്ടപ്പോൾ ആ വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന സ്വഹാബി എത്തി നോക്കി. ഉമർ വരുന്നുണ്ട്, ഉമറിന്റെ കയ്യിൽ ഊരി പിടിച്ച വാളുണ്ട്. ഈ രംഗം കണ്ട ഉടനെ തന്നെ ഈ സ്വഹാബി അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, റസൂലേ, ഉമർ വരുന്നുണ്ട്, ഉമറിന്റെ കയ്യിൽ ഊരി പിടിച്ച വാളുണ്ട്, എന്താ ചെയ്യേണ്ടത്? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം അർക്കദ് ബിൻ അബിൽ അർക്കം എന്ന് പറയുന്ന ആ സ്വഹാബിയുടെ വീട്ടിലുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ഈ വിവരം പറഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, യിഫ്തഹു ലഹുൽ ബാബ്, നിങ്ങൾ അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുക്കും. ഉമർ വാതിലിന്റെ പുറത്തുണ്ട്, ഉമർ വാതിൽ മുട്ടുന്നുണ്ട്. അതുകൊണ്ട് ഉമറിന് എന്ത് ചെയ്യും? വാതിൽ തുറന്നു കൊടുക്കും. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, വഇൻ കാന ജാഅ യുരീദു ഖൈറൻ ബദൽനാഹു ലഹു വഇൻ കാന യുരീദു ശർറൻ ഖതൽനാഹു ബിസൈഫിഹി. ഉമർ വന്നത് നല്ല ഉദ്ദേശം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ആവശ്യം പൂർത്തീകരിച്ച് ഉമറിനെ കൊടുക്കും. ഉമർ വന്നത് ഉപദ്രവിക്കാനാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാനാണെങ്കിൽ, അള്ളാഹിന്റെ റസൂലെ, ഉമറിന്റെ വാള് കൊണ്ട് തന്നെ ഉമറിന്റെ തല ഞാൻ പൊട്ടും. വാതിൽ തുറന്നു കൊടുക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്ത് നിന്നു. മുമ്പിൽ നിന്നത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഹംസ റളിയല്ലാഹു അൻഹു മുമ്പിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് വാതിൽ തുറന്നു കൊടുത്തു. വാതിൽ തുറന്ന് കൊടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു നേരെ വന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കോളറിൽ പിടിച്ചു എന്നുള്ളതാണ്. ഫജസബഹു ജസബതൻ ശദീദ, ശക്തമായി കൊണ്ട് പിടിച്ചിട്ട് അള്ളാഹിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചില വാക്കുകളുണ്ട്. മാജാ അബിക യാ ബിൻ ഖത്താബ്, നിങ്ങൾ എന്തിനാ വന്നത്? ഫവല്ലാഹി മാ അറാ അൻ തൻതഹിയ ഹത്താ യൻസില അല്ലാഹു ബിഹാ ഖാരിയ. നിങ്ങൾക്ക് ഇതൊന്നും അവസാനിപ്പിക്കാനായില്ലേ? അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹിനോട് മാത്രം സഹായം തേടണം. ആ വാക്ക് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഇന്ന് ആക്രമിക്കാൻ വന്നിട്ടുള്ളത്? നിങ്ങൾക്കതൊന്നും അവസാനിപ്പിക്കാനായില്ലേ ഉമറെ എന്ന രൂപത്തിൽ വൈകാരികമായി അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ച സമയത്ത് പതിഞ്ഞ സ്വരത്തിൽ ഉമർ പറഞ്ഞൊരു വാക്കുണ്ട്, യാ റസൂലല്ലാഹ് ജിഅ്തു ലിഉമിന ബില്ലാഹി വബിറസൂലിഹി. അള്ളാഹിന്റെ റസൂലെ, ഞാൻ വന്നത് അള്ളാഹുവിലും അള്ളാഹിന്റെ ദൂതനായ താങ്കളിലും വിശ്വസിക്കാനാണ്, നിങ്ങൾ ആക്രമിക്കാനല്ല. എന്നിട്ട് ഉമർ ഉറക്കെ വിളിച്ച് പറഞ്ഞൊരു വാക്കാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു.
ഇതുകൊണ്ട് കേട്ട ഉടനെ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഉറക്ക തക്ബീർ വിളിക്കണം, അല്ലാഹു അക്ബർ എന്ന് ഉറക്ക തക്ബീർ വിളിച്ചു. ദാറുൽ അർഖമിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും തക്ബീർ വിളിച്ച് മക്കക്കാരായ ആളുകൾ കേൾക്കുമാറ് അവരുറക്ക തക്ബീർ വിളിക്കാണ്. ആ രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം സ്വഹാബികൾക്കിടയിൽ എന്തെന്നില്ലാത്തൊരു ആവേശം ഉണ്ടാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കല്ല ചെയ്തത്. ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? അദ്ദേഹം ആദ്യം ചെയ്തത് ജമീൽ ബിൻ മഅ്മർ അൽ ജുമഹി എന്ന് പറയുന്ന വ്യക്തിയുടെ അരികിലേക്ക് ചെന്നു. എന്താണ് ജമീൽ ബിൻ മഅ്മർ അൽ ജുമഹി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത? ഉമറിന്റെ ചോദ്യം, മയ്യു ഖുറൈശിൻ അൻകലു ലിൽ ഹദീസ്, വാർത്തകൾ മറ്റുള്ള ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിയുന്നത് ആരാണ്? ഖുറൈശികളുടെ കൂട്ടത്തിൽ ഒരു വാർത്ത ലഭിച്ചാൽ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നത് ആരാണ് എന്ന് ഉമറിന്റെ ചോദ്യത്തിന് ആളുകൾ ഒന്നുണ്ടെങ്കിൽ പറഞ്ഞത് ജമീൽ ബിൻ മഅ്മർ അൽ ജുമഹി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് പോയിട്ട് പറയാണ്, ഞാൻ ഉമർ, ഖത്താബിന്റെ മകൻ ഉമർ, ഞാൻ മുഹമ്മദിന്റെ ആദർശം സ്വീകരിച്ചിട്ടുണ്ട്, ഇസ്ലാം മതം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. മക്കയിലെ ഓരോ വീടും നീ കയറണം, മക്കയിലെ ഓരോ വീടും നീ കയറി ചെന്ന് പറയണം ഉമർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, ഇതെല്ലാ ആളുകളെയും അറിയിക്കണം. ഈ ഒരു സമയത്ത് ഈ ജമീൽ ബിൻ മഅ്മർ അൽ ജുമഹിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അദ്ദേഹത്തിന്റെ വസ്ത്രം അദ്ദേഹം കയറ്റി പിടിച്ചിട്ട് ഓടുകയാണ്. ഈ വാക്ക് എല്ലാവരോടും പറയാൻ വേണ്ടി, അഥവാ വസ്ത്രം ഓടുന്ന സമയത്ത് തട്ടി വീഴാതിരിക്കാൻ വേണ്ടി മുറുക്കി പിടിച്ച് കുറച്ച് കയറ്റി പിടിച്ചിട്ട് ഓടിച്ചെന്ന ആളുകളോടൊക്കെ പറയാണ്. ജമീൽ ബിൻ മഅ്മറിന്റെ വീട്ടിൽ നിന്ന് പിന്നീട് പോണത് എവിടേക്കെന്നറിയോ? അബൂജഹലിന്റെ വീട്ടിലേക്കാണ്. അബൂജഹൽ ഇവർ അറിഞ്ഞിട്ടില്ല. അബൂജഹൽ വലിയ രൂപത്തിലൊക്കെ സ്വീകരിച്ച് ഉള്ളിൽ ഇരുത്തിയ ആ സമയത്താണ് ഹംസ ഉമർ റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് പറയുന്നത്, പണ്ട് നബി ആക്രമിക്കാൻ ഏതൊക്കെ ഊടുവഴിയിൽ നീ നിന്നിരുന്നോ ആ ഊടുവഴിയിൽ നബിക്കുള്ള സംരക്ഷണ കവചമായി ഞാൻ ഉണ്ടാകും. ഇനി അള്ളാന്റെ റസൂലിനെ നിനക്ക് ആക്രമിക്കണമെങ്കിൽ ആദ്യം എന്നെ ആക്രമിക്കണം, എന്നെ കീഴ്പ്പെടുത്തിയിട്ടേ മുഹമ്മദ് നബി നിനക്ക് തൊടാൻ കഴിയുള്ളൂ എന്ന് അബൂജഹലിന്റെ മുമ്പ് പോയി പറഞ്ഞു. ഈ ഒരു സമയത്ത് ഖുറൈശികളായ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അവർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ വരുന്നുണ്ട്. ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് സംരക്ഷണം കൊടുത്തത് അല്ലാസ് ബിൻ വാഇൽ അസഹ്മി എന്ന് പറയുന്ന വ്യക്തിയാണ്. അഥവാ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ് അല്ലാസ് ബിൻ വാഇൽ എന്ന് പറയുന്ന വ്യക്തി. ഉമറിന് ഇഷ്ടമുള്ള ആദർശം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഖുറൈശികളെ പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് ബനു മഖ്സൂം ഗോത്രക്കാരെ നിങ്ങൾക്ക് പ്രശ്നം? ബനു ഹാഷിംകാരൻ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഉമറിന് ഇഷ്ടമുള്ള ആദർശം സ്വീകരിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ചയക്കുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിന്റെ റിവായത്തിൽ കാണാൻ കഴിയും. അല്ലാസ് ബിൻ വാഇൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ് എന്നുള്ളതും കാണാൻ കഴിയും. എന്തായാലും അവസാനിപ്പിക്കാണ്, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തെ സ്വീകരിച്ചിട്ട് അള്ളാന്റെ റസൂലിന് അരികിൽ പോയി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലസ്നാ അലൽ ഹഖ്, അള്ളാന്റെ റസൂലെ നമ്മളല്ലേ ഹക്കിലുള്ളത്? നമ്മൾ പറഞ്ഞതല്ല സത്യം? നമ്മുടെ ഭാഗത്തല്ലേ യാഥാർത്ഥ്യം ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നമ്മുടെ ഭാഗത്താണ് ഹക്കുള്ളത്, നമ്മൾ പറയുന്നതാണ് സത്യം. ഉമറിന്റെ ചോദ്യം, എങ്കിൽ റസൂലെ എന്തിനാണ് പിന്നെ നമ്മൾ രഹസ്യ പ്രബോധനം നടത്തുന്നത്? നമുക്ക് പരസ്യ പ്രബോധനം നടത്താം, സഹാബത്തിന് എന്തെന്നില്ലാത്ത ആവേശം ഉണ്ടായി എന്നുള്ളതാണ്. അർക്കം ബിൻ അബിൽ അർക്കമിന്റെ വീട്ടിലുണ്ടായിരുന്ന സ്വഹാബികൾ 2 വരിയായിട്ട് നിന്നു. അതിലൊരു വരിയുടെ മുമ്പിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നിന്നു. രണ്ടാമത്തെ വരിയുടെ മുമ്പിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാൻ കഴിയും, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന ഇസ്ലാമു ഉമർ ഫതഹൻ, ഉമറിന്റെ ഇസ്ലാം സ്വീകരണം ഞങ്ങൾക്ക് വിജയമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഞങ്ങൾക്കുള്ള വിജയമായിരുന്നു, ഫതഹായിരുന്നു. വഹിജറതുഹു നസ്റൻ, അദ്ദേഹത്തിന്റെ ഹിജറ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കുള്ള സഹായമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇമാറത്ത് ഞങ്ങൾക്കുള്ള റഹ്മത്തായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞ വാക്കാണ്, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, മസ്തതഅന അൻ നുസല്ലി ഹൗലൽ ബൈത്തി ളാഹിരീന ഹത്താ അസ്ലമ ഉമർ, ഉമർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് കഅബക്കരികിൽ വന്ന് പരസ്യമായി ഞങ്ങൾ നിസ്കരിക്കുന്നത്. അഥവാ 2 ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ രണ്ടാമത്തെ സംഘവും നിന്ന് അവർ നേരെ കഅബന്റെ ഭാഗത്തേക്ക് വന്ന ഉറക്ക തക്ബീർ ചൊല്ലി. തക്ബീറുകളും തഹ്ലീലുകളുമായി അവര് മക്കയെ പ്രകമ്പനം കൊള്ളിക്കുന്ന രൂപത്തിൽ കഅബാലയത്തിന്റെ ഭാഗത്ത് വന്ന് പരസ്യമായി നിസ്കരിച്ചു. അന്ന് മുമ്പിലുണ്ടായിരുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അവിടെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹിജറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള സഹായമായിരുന്നു. അഥവാ ബാക്കിയുള്ള ആളുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക്
മക്കയിൽ ഖുറൈശികളുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് രാത്രിയുടെ മറവിൽ ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചും പാർന്നു പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പോയത് എങ്ങനെയെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു ഹിജറ ചെയ്യണത് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ അമ്പും വില്ലും കഴുത്തിലുടട്ടു. എന്നിട്ട് കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി കഅബാലയത്തിന്റെ നേരേക്ക് ചെന്നു. കഅബാലയത്തിന്റെ ഭാഗത്ത് വന്ന് അദ്ദേഹം തവാഫ് ചെയ്തു. തവാഫ് ചെയ്ത് ഖുറൈശി നേതാക്കന്മാരായ ആളുകൾ, എല്ലാ ആളുകളും നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കാണ് മൻ അറാദ അൻ തസ്കല ഉമ്മഹു ഔ യുതമ്മിയ വലദഹു ഔ തുറമ്മല സൗജതുഹു ഫയൽകനി വറാഅ ഹാദൽ വാദി. മാതാപിതാക്കളെ നഷ്ടപ്പെടുത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഭാര്യയെ വിധവയാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, മക്കളെ യതീമാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാ കാണുന്ന താഴ്വാരത്തിന്റെ പുറകെ നിങ്ങൾ വരണം, ഞാൻ അവിടെ ഉണ്ടാകും. ഞാൻ ഹിജറ പോവുകയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. എന്നെ തടുക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ ആ താഴ്വാരത്തിന്റെ ഭാഗത്തേക്ക് വരണം, ഉമർ അവിടെ കാത്തിരിക്കും. പക്ഷെ വരുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉമ്മാക്ക് മക്കൾ നഷ്ടപ്പെടും, ഭാര്യ വിധവയാകും, മക്കളെ യതീമാകും, വന്ന ഞാൻ കൊല്ലും ഉറപ്പാണ്. ആ രൂപത്തിൽ ധൈര്യമുള്ളവർ ആ കാണുന്ന താഴ്വാരത്തിന്റെ ഭാഗത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജറ പോകുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന വിഷയങ്ങൾ മഹാനായ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ഇസ്ലാം സ്വീകരണവുമാണ്. അബിസീനയിൽ ഇത്തരത്തിലുള്ള വലിയ ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ നടക്കുമ്പോൾ മക്കയിൽ നടന്നത് ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട രണ്ടാളുകളുടെ ഇസ്ലാം സ്വീകരണവുമാണ് എന്നുള്ളതാണ്. ഇങ്ങനൊക്കെ ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം പിന്നീട് മക്കയിലെ ഖുറൈശികളായ ആളുകൾ, മക്കക്കാര അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച ആളുകളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി അവർ ഈ സംഭവത്തിന് ശേഷം തീരുമാനിച്ചതാണ് ശഅബ് അബി താലിബിൽ 3 വർഷമുള്ള ഉപരോധം. ഈ സംഭവത്തിന് ശേഷം റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവും കഴിഞ്ഞു. പിന്നെ ആളുകൾക്ക് വല്ലാത്ത ധൈര്യം കിട്ടി. പിന്നെ ആളുകളൊക്കെ മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ മാറുന്നതൊക്കെ കണ്ടപ്പോൾ മക്കയിലെ ഖുറൈശികളായ ആളുകൾ പിന്നീട് തീരുമാനിച്ചത് ശഅബ് അബി താലിബിൽ അള്ളാഹുവിന്റെ റസൂലിനെയും സ്വഹാബികളെയും ഉപരോധിക്കാനാണ്. അപ്പൊ എന്താണ് ആ ഉപരോധം, എന്തൊക്കെയാണ് ആ സംഭവത്തിൽ ഉണ്ടായത് തുടങ്ങിയ വിഷയങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളത് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഓക്കെ ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ ജാമ്യന്റെ ട്രസ്റ്റിൽപ്പെട്ട ഒരാളാണ് ഖാലിദ് ഹാജി. അദ്ദേഹം ഇന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരമേകി മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാളെ ജന്നാത്തിൽ ഫിർദൗസിലെ റസൂലുള്ളാഹിന്റെ കൂടെ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.